നമ്മുടെ നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് പോരുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ നമ്മുടെ പാച്ചൂട്ടിക്ക് അവൻ്റെ അംഗൻവാടിയിൽ നിന്നൊരു സെൻഡ് ഓഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻഡ് ഓഫ് മാത്രമല്ലായിരുന്നു, ആർപ്പുക്കര പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കുട്ടികളുടെ കലോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോലട്ടമ്പല ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ അന്ന് അവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമെൻ്റോ ഉണ്ടായിരുന്നു. ചില കുട്ടികൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, നമ്മുടെ പാച്ചൂട്ടിയൊക്കെ നല്ല വഴക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിട്ടൊരു മൊമെൻറ്റോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഒന്നിച്ച് കൊടുക്കാം, ഒരു ചെറിയ പ്രോഗ്രാം പോലെ നടത്താമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ടീച്ചർ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പാച്ചൂട്ടിയുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തൊരു മൊമെൻ്റോ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രോഗ്രാം നടത്തേണ്ട ഒരു മൊമെൻ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ടീച്ചറും ആൻറ്റിയും മെമ്പറും ഒക്കെ കൂടി പോയിട്ട് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നുന്നു നമ്മുടെ പാച്ചൂട്ടിക്ക് അത് കിട്ടിയാലും ബാക്കി കുട്ടികൾക്ക് അത് കിട്ടിയാലും. കാരണം അവരുടെ ഈ ഒരു പ്രായത്തിൽ അവർക്കിങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്, കുട്ടികളെ എല്ലാവരും പങ്കെടുപ്പിക്കുക. ഞാൻ ഓൾറെഡി ആ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞ് പിള്ളേരാണെങ്കിൽ അവർ പേടിയൊന്നും കൂടാതെ സ്റ്റേജിൽ തന്നെ കയറുന്നത് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. നമുക്ക് ഭയങ്കര അതിശയം തോന്നും ഇവരിങ്ങനെ ഇവർക്കൊക്കെ ഇത്രയും ടാലൻ്റ് ഉണ്ട്. നമ്മുടെ പാച്ചൂട്ടിയാണെങ്കിൽ പോലും വീട്ടിലൊന്നും ഒരു പാട്ട് പാടിയോ ഡാൻസ് കളിച്ചോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവനിങ്ങനെ നഴ്സറിയിലൊക്കെ പോയി ഡാൻസ് കളിക്കുകയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് സന്തോഷമല്ലേ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു എൻകറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനവൻ്റെ ടീച്ചറിനോടും ആൻറ്റിയോടും ഒക്കെ ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കുഞ്ഞു വാവയുണ്ടല്ലോ, അവളും വന്ന് അവിടെ കയറി ഡാൻസ് കളിച്ച കേട്ടോ. 1-2 വയസ്സേ മറ്റുള്ളൂ എന്ന് തോന്നുന്നു കുഞ്ഞിന്. അപ്പോൾ അതിനും ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ അവർ മൊമെൻ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിനും അതൊരു സന്തോഷം, അവരുടെ പേരൻസിനും അതിലേറെ സന്തോഷമല്ലേ. അപ്പം നമ്മളങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. നമ്മൾ കളിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുക ചെയ്തത്. അപ്പം ഫോട്ടോസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവരവരുടെ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ കുട്ടികളും അവരുടെ പേരൻസും ടീച്ചേഴ്സും മെമ്പറും ഒക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാച്ചൂട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കുഞ്ഞു മൊമെൻ്റോയും പിന്നെ അവൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.